മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരത്തിൻ്റെ കേരളയാത്ര 16-ാം തീയതി എഴുതി തിരുവനന്തപുരത്ത് സമാപിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും അതിൻ്റെ ചർച്ചകൾ ഇപ്പോഴും സമൂഹത്തിൽ, മീഡിയകളിൽ, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. എന്നാൽ പലപ്പോഴും അതിൻ്റെ മെറിറ്റിൽ നിന്ന് ചർച്ച വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് സമാപന വേദിയിൽ ഭരണപ്രതിപക്ഷ പാർട്ടി നേതൃത്വം നടത്തിയ പരസ്പരമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ വഴി സംഭവിച്ച രാഷ്ട്രീയ ചർച്ചകളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളും ചർച്ചകളുമാണ് ഇപ്പോഴും മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി നടന്ന യാത്ര മുന്നോട്ട് വെച്ച ചില മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ചർച്ചകളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ വഴിതിരിയേണ്ടതുണ്ട്, അതിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, കാസർഗോഡിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ കാസർഗോഡിൻ്റെ അടിസ്ഥാന പ്രശ്നമായി മുന്നോട്ട് വെച്ചത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കാസർഗോഡിലെ മെഡിക്കൽ കോളേജായിരുന്നു. കേരളയാത്രയുടെ ആരംഭഘട്ടത്തിൽ കാസർഗോഡിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പ്രധാനമായും യാത്ര മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ അത് കാസർഗോഡിൻ്റെ വലിയൊരു ആവശ്യമായി, രാഷ്ട്രീയ പ്രശ്നമായി, യുവാക്കളുടെ സാമൂഹിക പ്രശ്നമായി, അടിസ്ഥാന പ്രശ്നമായി, വലിയൊരു വൈകാരികമായ ആവശ്യമായി കാസർഗോഡിൽ നിന്ന് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട മെഡിക്കൽ കോളേജ് കാസർഗോഡിലെ മുഴുവൻ മനുഷ്യരുടെയും അടിസ്ഥാന പ്രശ്നമായി വലിയൊരു ചർച്ചയായി വളർന്നിരിക്കുകയാണ്. അതിനെ ചൊല്ലിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആവശ്യങ്ങളും കാസർഗോഡ് ഒരു ജനകീയ ആവശ്യമായി ഉയർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ജില്ലയിലും അവിടെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ ആവശ്യപ്പെടുന്നത് ഓരോ ജില്ലയുടെയും അത്യാവശ്യമായ അടിസ്ഥാന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും സമർപ്പിച്ചുകൊണ്ടുമാണ് യാത്ര പിന്നിട്ടത്. മലപ്പുറം ജില്ലയിലെ അനിവാര്യമായ മലപ്പുറം ജില്ലയുടെ വിഭജനം, അങ്ങനെ മറ്റു അനിവാര്യമായ ജില്ലകളുടെ വിഭജനങ്ങൾ, അതിൻ്റെ ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുമാണ് യാത്ര മുന്നോട്ട് പോയത്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനം PSCക്ക് വിടുക തുടങ്ങി വലിയ വലിയ സാമൂഹിക അടിയന്തിരമായി നമുക്ക് ആവശ്യമുള്ള സാമൂഹിക അടിസ്ഥാന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും മുന്നോട്ട് പോയത്. എന്നാൽ ആ ചർച്ചയിൽ നിന്നും വഴിതിരിഞ്ഞ് മറ്റു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഈ ചർച്ച വഴിമാറിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ നേതാക്കൾ, മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഇരുത്തി കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെച്ച വികസന നയരേഖ, കേരളത്തിലെ അനിവാര്യമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പ്രധാനമായും യാത്ര ആവശ്യപ്പെട്ടത് യാത്രയുടെ അവസാനിക്കുന്നില്ല. ഈ യാത്ര മുന്നോട്ട് വെച്ച മനുഷ്യരുടെ പ്രശ്നങ്ങൾ, മാനുഷിക ആവശ്യങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ, മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൃത്യമായി കേരളത്തിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും സംവാദങ്ങളും തുടർന്നും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളയാത്ര സമാപിച്ചിട്ടുള്ളത്. എന്നാൽ ആ ആവശ്യങ്ങളിലേക്ക് കേരളയാത്ര മുന്നോട്ട് വെച്ച വികസന നയരേഖ മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ കേരളം, സമൂഹം, മീഡിയകൾ, മാധ്യമങ്ങളെല്ലാം മുന്നോട്ട് വരേണ്ടതുണ്ട്, തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. യാത്ര സമാപിച്ച ഒരാഴ്ച പിന്നിട്ടിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പകപോക്കലുകളിലേക്ക് ആ ചർച്ചകൾ വഴിതിരിഞ്ഞു പോകുന്നു എന്ന ആശങ്ക പങ്കുവെക്കാനും ആഗ്രഹിക്കുകയാണ്.